നമസ്കാരം. കേരളത്തിന്റെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ആരായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ഒരുപക്ഷെ ഗൂഗിൾ നോക്കേണ്ടി വരും. ഇനി റേഷൻ കടയിലൊക്കെ പോയിട്ടുള്ളവരാണെങ്കിൽ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കും. സൈഡിലൊക്കെ ചിലപ്പം ഫോട്ടോ കാണും. നരേന്ദ്രമോദിയുടെ ഫോട്ടോ ഉണ്ട്. നരേന്ദ്രമോദി ആരാണെന്ന് ഒരു കൊച്ചു കുഞ്ഞിനോട് പോലും ചോദിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. പക്ഷേ ഇയാളെ അറിയാത്ത ലക്ഷക്കണക്കിന് മലയാളികളുണ്ട്. കാരണം നമുക്കറിയാം 140 MLA കേരളത്തിലുണ്ട്. ഈ എല്ലാ MLA നമുക്ക് അറിയണമെന്നില്ല. എന്നാലും നമുക്ക് എത്ര MLA ഉണ്ടെന്ന് ചോദിച്ചാൽ 140 എന്ന് പറയും. അതിലൊരു 10-25 പേരുടെയെങ്കിലും പേര് നമ്മൾ ഓർമ്മിച്ച് പറയും. പക്ഷേ അങ്ങനെ ഓർമ്മിച്ച് പറയേണ്ട ഒരാളല്ല മന്ത്രി എന്നൊക്കെ പറയുമ്പോൾ. 20 മന്ത്രിമാരിൽ ഒരു 10-18 പേരുടെയും പറയേണ്ടതാണ്. പക്ഷെ എന്നാലും എങ്ങനെ തപ്പിയാലും ഈ ആളെ ഒന്നും കിട്ടത്തില്ല. GR അനിൽ എന്നാണ് ഈ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയുടെയൊക്കെ പേര്. നമ്മുടെ നിയമസഭയിൽ എഴുന്നേറ്റ് നിന്ന് 4 വാചകം പറയുന്ന പോലും നമ്മൾ കണ്ടിട്ടില്ല. എന്തെങ്കിലും പറഞ്ഞാലല്ലേ ഒരു വാർത്തയോ അല്ലെങ്കിൽ വിവാദമെങ്കിലും ആവുകയുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിർഗുണനായിട്ടുള്ള ഒരു മന്ത്രിയായിരുന്നു. ആ മന്ത്രിയുടെ മണ്ഡലമാണ് നെടുമങ്ങാടെന്ന് പറഞ്ഞ മണ്ഡലം. ആ മന്ത്രിയെ കൊണ്ട് സംസ്ഥാനത്തിനും ഗുണമുണ്ടായില്ല, ആ മണ്ഡലത്തിനും ഗുണമുണ്ടായിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിനെതിരെ ഇപ്പൊ വളരെ യുവാവായിട്ടുള്ള യുവരാജ് ഗോകുലാണ് അവിടെ മത്സരിക്കുന്നത്. അദ്ദേഹം ഓരോ ദിവസവും കഴിയുന്തോറും ഊർജ്ജസ്വലാണ്, ആളുകളുടെ ഇഷ്ടം കൂടി വരുന്നു. ചിലപ്പോൾ ജയിച്ചു പോകും. അതായത് അതൊരു കമ്മ്യൂണിസ്റ്റ് കോട്ടയായിട്ടുള്ള ഒരു മണ്ഡലമാണ്. അവിടെയാണ് ഈ വലിയ മത്സരം കൊടുക്കുന്നത്. ഇപ്പോൾ യുവരാജ് ജയിച്ചു പോകും എന്ന തരത്തിലൊക്കെയാണ് വരുന്നത്. യുവരാജിന്റെ പത്രിക തള്ളാൻ വേണ്ടിയിട്ട് യുവരാജ് ഗോകുൽ എന്നുള്ള പേര്, അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റിലുള്ള പേര് യുവരാജ് ഗോകുൽ എന്നല്ല. പക്ഷെ അത് വെച്ചുകൊണ്ട് ഇവർ തള്ളിക്കളയാൻ വരെ പരാതിയൊക്കെ കൊടുക്കാൻ പോയതാണ്. പിന്നീട് അവർക്ക് തന്നെ അത് പാരയാവും എന്ന് മനസ്സിലായി. കാരണം നമ്മൾ ഈ പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, കാനൻ രാജേന്ദ്രൻ, പന്ന്യൻ രവീന്ദ്രൻ, കൊടിക്കുന്നിൽ സുരേഷ് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നില്ലേ? ഇത് ഇവർക്ക് മാതാപിതാക്കൾ ഇട്ടുകൊടുത്ത പേരല്ല. അത് ഓരോ സ്ഥലത്തിന്റെ പേരിൽ അവർ നേതാക്കളൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ വിളിപ്പേരായിട്ട് വരുന്നതാണ്. ഈ ശശി തരൂർ സ്ഥലത്തിന്റെ പേരാണ് കൂടെ ചേർന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റിലോ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിലോ ഒന്നും ആ പേരായിരിക്കില്ല. അപ്പോൾ ഇത് അറിയാമായിട്ടും യുവരാജ് ഗോകുൽ എന്ന പേര്, യുവരാജ് എന്ന പേര് വന്നുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അവർക്ക് വിഷയമായത്. യുവരാജ് ഗോകുലിന്റെ പേര് അങ്ങനെയല്ല, പത്രിക തള്ളണം എന്നൊക്കെ പറഞ്ഞ് ഇവർ അലമ്പൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അങ്ങനെയാണെങ്കിൽ ഒരുപാട് പേരുടെ പത്രിക തള്ളേണ്ടി വരും, പിണറായി വിജയന്റെയൊക്കെ പത്രിക തള്ളേണ്ടി വരും. കാരണം പിണറായി വിജയൻ എന്നൊന്നും അല്ല അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റിലുള്ള പേര്. അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് നിയമത്തിൽ അറിയപ്പെടുന്ന പേരിലും ഒറിജിനൽ പേരിലും ഒക്കെ മത്സരിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇയാളെ പേടിച്ച്, അതായത് യുവരാജ് ഗോകുൽ എന്ന് പറഞ്ഞ ഈ യുവാവിനെ പേടിച്ചിട്ട് യുവരാജ് ജയിച്ചു പോകുമോ എന്നുള്ള പേടി കൊണ്ട് GR അനിൽ CPI കാരനാണ്, പക്ഷെ അവിടെ CPM വോട്ടാണ് കൂടുതലുള്ളത്. അവർ തങ്ങളുടെ മുന്നണിയുടെ സ്ഥാനാർത്ഥി തോറ്റു പോകുമോ എന്ന പേടി കൊണ്ട് യുവരാജിന്റെ പത്രിക തള്ളിക്കാൻ ഇത്തരം അഭ്യാസങ്ങൾ വരെ കാണിച്ചൊരു മണ്ഡലമാണ്. ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് ശ്രദ്ധിക്കേണ്ടത്. മന്ത്രി എന്ന നിലയിൽ പോലും അയാൾ അവിടെ ഉണ്ടായിരുന്നോ എന്ന് പോലും ജനങ്ങൾക്ക് സംശയമാണ്. അങ്ങനെ ഒരു മന്ത്രി നമ്മുടെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നോ എന്ന് പോലും സംശയമാണ്. വേറൊരു പ്രസാദ് എന്ന് പറഞ്ഞ വേറൊരു മന്ത്രിയുണ്ട്, ചേർത്തലക്കാരനായിട്ടുള്ള, അത് കൃഷി വകുപ്പ് മന്ത്രി എന്നാണ് പറയുന്നത്. ആ മനുഷ്യനും മന്ത്രിയായിരുന്നോ എന്ന് ഗൂഗിൾ തപ്പിയാലാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതാണ് CPI മന്ത്രിമാരുടെയൊക്കെ അവസ്ഥ. ആ മനുഷ്യന്റെ മണ്ഡലത്തിൽ യുവരാജ് ഗോകുൽ ഇപ്പോൾ ഓരോ ദിവസവും പ്രകടനം, അദ്ദേഹം ഈ മണ്ഡല പര്യടനവും ഒക്കെ നടത്തുന്നു, പ്രസംഗം നടത്തുന്നു, അദ്ദേഹം ആളുകളോട് ഇടപെടുന്നു. ഇതൊക്കെ കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ഗ്രാഫ് കുത്തനെ ഉയർന്നു വരികയാണ്. ആദ്യം ഇതൊന്നും മൈൻഡ് ചെയ്യായിരുന്ന ചാനലുകൾ വരെ യുവരാജിന്റെ പേര് പറയാൻ തുടങ്ങി. പിന്നെ നമുക്കറിയാം ഉടായ്പ സർവകളാണ് ഇവരെല്ലാം ഇറക്കുന്നത്. ആദ്യം 10% ഒക്കെ പറഞ്ഞിരുന്ന സ്ഥാനത്ത് ഇപ്പം 15% ആകുന്നു, 20% ആക്കുന്നു. അത് ഒരുപക്ഷെ നാളെ 25 ആവും. ഇങ്ങനെ ഗ്രാഫ് ഉയർന്നു വരികയാണ് യുവരാജ് ഗോകുൽ എന്ന അവിടുത്തെ BJPയുടെ സ്ഥാനാർത്ഥിയുടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിയായിട്ട് ഇരുന്നിട്ട് പോലും മലയാളികൾക്ക് അറിയാൻ ഗൂഗിൾ തപ്പേണ്ടി വരുന്ന ഇതുപോലുള്ള നിർഗുണരായിട്ടുള്ള ഒരു ജനപ്രതിനിധിയെ നെടുമങ്ങാട് പോലെ തലസ്ഥാന ജില്ലയ്ക്ക് ആവശ്യമുണ്ടോ എന്ന് അവിടുത്തെ ജനങ്ങളാണ് ചിന്തിക്കേണ്ടത്. തീർച്ചയായിട്ടും 5 വർഷം നിങ്ങൾ കൊടുത്തല്ലോ. അദ്ദേഹം മന്ത്രിയായി കഴിഞ്ഞു, സമ്പൂർണ്ണ പരാജയമായിരുന്നു. ഇനി പുതിയ ആളുകൾ വരട്ടെ, ഊർജ്ജസ്വലനായിട്ടുള്ള ആളുകൾ വരട്ടെ. ഇതുപോലുള്ള നിർഗുണരായിട്ടുള്ള യാതൊരു കഴമ്പുമില്ലാത്ത, കഴകത്തില്ലാത്ത, കഴിവുകെട്ടവരെയൊക്കെ നിങ്ങളുടെ MLA ആയിട്ട് വേണോ എന്ന് നെടുമങ്ങാടുകാരാണ് തീരുമാനിക്കേണ്ടത്. തീർച്ചയായിട്ടും ഈ പരീക്ഷിച്ച് മടുത്തു കഴിഞ്ഞാൽ പുതിയ ആളെയെങ്കിലും പരീക്ഷിക്കണം. തീർച്ചയായിട്ടും യുവത്വം നിങ്ങളെ നയിക്കട്ടെ എന്നേ പറയാനുള്ളൂ. ഈ ഊർജ്ജസ്വലത അദ്ദേഹം നാളെയും കാണിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. അതിനാൽ 4 പേർക്ക് തിരിച്ചറിയാൻ പോലും പറ്റാത്ത ഒരു മന്ത്രിയെ വീണ്ടും MLA ആയിട്ട് തിരഞ്ഞെടുക്കണോ എന്ന് നെടുമങ്ങാടുകാർ ഒന്നുകൂടി ആലോചിക്കുന്നത് നന്നായിരിക്കും.